ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം മാങ്ങ വെച്ചിട്ട് എങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ഒരു ഗ്ലാസ് പച്ചരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി 6 മണിക്കൂറോളം കുതിർത്തി വെച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ ഒരു ഗ്ലാസ് പച്ചരി, ഒരു ഗ്ലാസ് ചിരവിയ തേങ്ങ, ഒരു മാങ്ങ, 2 വലിയ ശർക്കര, കുറച്ച് നെയ്യ്, പിന്നെ വെളിച്ചെണ്ണ, എള്ള്, ഏലക്കായ, ഇത്രയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. മാങ്ങ മുറിച്ച് വയ്ക്കുക. ഒരു പാത്രത്തിൽ നെയ്യ് ചൂടാക്കി അതിലേക്ക് മുറിച്ച മാങ്ങകളിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കുക. മാങ്ങ വേവുമ്പോഴേക്ക് നമുക്ക് ശർക്കര പൊടിച്ച് വെക്കണം. ശർക്കര പാനിയാക്കി കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം കൂടുതലായിരിക്കും. അരച്ച് കഴിഞ്ഞാൽ അരിയിൽ വെള്ളം കൂടും. അതുകൊണ്ട് ശർക്കര പൊടിച്ചിട്ട് വേണം ചേർക്കാൻ. ഈ ശർക്കര സാധാരണ പോലെ പാവാക്കിയിരുന്നു, പക്ഷേ അതിൽ അഴുക്കൊന്നും കാണാനില്ല. അപ്പോൾ എന്തായാലും ധൈര്യത്തിൽ പൊടിച്ചിട്ടിട്ടുണ്ട്. അപ്പത്തിലേക്ക് മാങ്ങ ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്നും കൂടെ ഉടച്ചെടുക്കുക. അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. കുറേ വെള്ളം വറ്റിയിട്ടുണ്ട്. ഈ ഉള്ള വെള്ളം കൂടെ ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കുക. ഇനി അരി അരച്ചെടുക്കാം. മാങ്ങയിലെ വെള്ളം നല്ലോണം വറ്റിച്ചെടുത്തത് കാരണം അരിയിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാം. കാരണം മാങ്ങയിൽ കുറച്ച് വെള്ളം നിൽക്കുകയാണെങ്കിൽ അരിയിൽ ഒട്ടും വെള്ളം ചേർക്കരുത്. ഇനി ശർക്കര പൊടിച്ചു വെച്ചത് അതും, ഒരു ഗ്ലാസ് തേങ്ങ എടുത്ത് വെച്ചത് അതും കൂടെ ഇട്ടിട്ട് അരച്ചെടുക്കുക. 1-2 പ്രാവശ്യം അരച്ചതിന് ശേഷം അതിനകത്തേക്ക് വഴറ്റി വെച്ച മാങ്ങയും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ അരയ്ക്കുക. ചെറുതായിട്ട് തരിയോട് കൂടെ വേണം അരച്ചെടുക്കാൻ. സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ അരയ്ക്കുന്നത് പോലെ തന്നെയാണ് ഇത് അരച്ചെടുക്കേണ്ടത്. പിന്നെ അരിപ്പൊടി ഉപയോഗിക്കുന്നവർ അത് അതിനനുസരിച്ച് തന്നെ ചെയ്യണം. മാവിൻ്റെ പരിവമൊക്കെ കറക്റ്റാണ്. ശർക്കര നേരത്തെ എടുത്ത് വെച്ചത് മുഴുവൻ എടുത്തിട്ടില്ല, ഇത്രയും അതിൽ ബാക്കിയുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഏലക്കായ എടുത്ത് നന്നായിട്ട് പൊടിച്ച് അതും കൂടെ മാവിലേക്ക് ചേർത്തു. പിന്നെ 1 സ്പൂൺ എള്ളും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തു. അപ്പം ഉണ്ടാക്കി കഴിച്ചപ്പോൾ തോന്നുന്നു അതിൽ ഏലക്കായ പൊടി ചേർക്കേണ്ടിയിരുന്നില്ല എന്ന്. ഏലക്കായ പൊടി ചേർത്തപ്പോൾ സാധാരണ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ടേസ്റ്റ് വരിക. ആ മാങ്ങയുടെ ടേസ്റ്റ് മുമ്പിൽ നിൽക്കുന്നില്ല. അപ്പത്തിൻ്റെ ചട്ടി ചൂടാക്കി അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു, ബാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. ഇവിടെ എല്ലാവർക്കും ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ അപ്പം ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ചൂട് കൂടിയിട്ട് ചിലതൊന്നും അധികം മുരിഞ്ഞ പോലെ ഉണ്ട്. ഇവിടെ ഒരാൾ ഇപ്പോഴേ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ചുറ്റുകൊണ്ടിരിക്കുന്നത് തന്നെ. അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം.